തെന്നിന്ത്യ സിനിമാ രംഗത്ത് വളരെയധികം മുന്നോക്ക നിലയിലാണ് നടിയായിട്ടുള്ള നയൻതാര. വലിയ വിമർശനങ്ങളും എതിരാളികളോ ഒന്നുമില്ലെങ്കിലും ഒറ്റയ്ക്ക് മറികടക്കാൻ നയൻതാരയ്ക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവരോടൊപ്പം നയൻതാരയും ഒരു ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് പശ്ചാത്തലമാക്കിയിട്ട് വരുന്ന ഒരു സിനിമയാണ് ടെസ്റ്റ്. കഴിഞ്ഞ ദിവസം ടെസ്റ്റിൻ്റെ ടീസർ പുറത്തു വന്നു. നിരവധി പേർ സിനിമയിലുള്ള പ്രതീക്ഷകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. നയൻതാരയും മീര ജാസ്മിനും ആദ്യമായി ഒരുമിച്ചെത്തുന്ന സിനിമയെന്ന ഒരു പ്രത്യേകതയും ഈ ഒരു ടെസ്റ്റിനുണ്ട്. ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് രണ്ടുപേരും കരിയർ ആരംഭിക്കുന്നത്. 2001 സൂത്രധാരനിലൂടെ മീര ജാസ്മിന് കടന്നു വന്നു. 2 വർഷങ്ങൾക്കിപ്പുറം മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ നയൻതാരയും എത്തി. മലയാളത്തിൻ്റെ തുടക്കം കുറിച്ച് രണ്ടുപേരും 2 ഭാഷകളിലാണ് ശോഭിച്ചത്. മീരയെ തേടി മലയാളത്തിൽ ഒരുപാട് അവസരങ്ങളെത്തി. എന്നാൽ നയൻതാരയുടെ സാഹചര്യം ഇതായിരുന്നില്ല. നടിയുടെ അഭിനയം പോരെന്ന അഭിപ്രായം വന്നു. മനസ്സിനക്കരയ്ക്ക് ശേഷം മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്യാതെ നടി തമിഴകത്തേക്ക് കടന്നു. ഗ്ലാമറസ് നായികയായി താരപദവി നേടി. അന്ന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും തേടി മീര കരിയറിൽ കുതിക്കുകയാണ്. പ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകൾ താരത്തെ തേടി തുടരെ വന്നു. ഒരേ കടൽ, രസതന്ത്രം തുടങ്ങിയവ. അന്ന് നയൻതാര താരമാണെങ്കിലും ഗ്ലാമറസ് നായിക മാത്രമാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സാഹചര്യമൊക്കെ മാറി. നയൻതാര ലേഡി സൂപ്പർ സ്റ്റാറായി വളർന്നു. മീര കരിയറിൽ നിന്നും അകന്നു മാറി. പഴയ താരമൂല്യം ഇന്ന് മീര ജാസ്മിൻ ഇല്ല. ടെസ്റ്റിൻ്റെ ടീസർ തമ്പനെയിൽ മാധവൻ, നയൻതാര, സിദ്ധാർത്ഥ് എന്നിവരെയാണ് കാണുന്നത്. മീരയില്ല. ടെസ്റ്റ് ടീസർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച നയൻതാര മാധവനെയും സിദ്ധാർത്ഥിനെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ മീര ജാസ്മിനെ മെൻഷൻ ചെയ്തിട്ടില്ല. നയൻതാരയുടെ ഭർത്താവ് വിഘ്നേഷ് ശിവനും മീരയുടെ പേരിൽ ആശംസകൾ അറിയിച്ചപ്പോൾ മെൻഷൻ ചെയ്തതായി കാണുന്നില്ല. മലയാളികളെ സംബന്ധിച്ച് നയൻതാരയ്ക്കും ഒരുപടി മുകളിലാണ് മീര ജാസ്മിൻ എന്ന അഭിനേത്രി. അതേസമയം തമിഴകം ഒരുപക്ഷെ മാറി നിന്ന കാലത്ത് മീരയെ മറന്നിരിക്കാമെന്നും അഭിപ്രായമുണ്ട്.